നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് യഥാർത്ഥ വിശ്വാസികളെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. അദ്ദേഹം ഭഗവത്ഗീതയിൽ നിന്നുള്ള ഭക്തലക്ഷണങ്ങൾ ഉദ്ധരിച്ചുള്ള വാക്കുകൾ കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിച്ച നിരവധി പേർക്കുള്ള മറുപടിയായി നൽകിയിട്ടുണ്ട്. എന്തായാലും മതാതീതമായ ആരാധനയ്ക്കുള്ള ഭക്തലക്ഷങ്ങളുടെ പുണ്യസ്ഥാനമായി ശബരിമലയെ കാണുമ്പോൾ അതിൻ്റെ വികസനത്തിനുള്ള ആത്മാർത്ഥമായ ഏത് പ്രവർത്തനങ്ങളോടും ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. ഒപ്പം ഇന്ന് പുറത്തുവരുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത, ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. PR നാഥനാണ് പുരസ്കാര ജേതാവ്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വരാം. ആദ്യം തലക്കെട്ടുകൾ. വേർതിരിവില്ലാത്ത മതാതീത ആരാധനാ കേന്ദ്രമായ ശബരിമലയെ ശക്തിപ്പെടുത്താനാണ് ആഗോള അയ്യപ്പ സംഗമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭഗവത്ഗീതയിലെ ശ്ലോകവും ഛാന്തോഗ്യ ഉപനിഷത്തും പരാമർശിച്ച് പ്രസംഗം. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഒന്നിനെയും ദ്വേഷിക്കാത്തവനും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും. ഭക്തരെ കബളിപ്പിക്കലെന്ന് പ്രതിപക്ഷം. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനുമായ PR നാഥന്. അംഗീകാരം സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ലോക ശുചീകരണ ദിനമായ ഇന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ മെഗാ ശുചീകരണ യജ്ഞം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് യജ്ഞത്തിൽ പങ്കാളികളായി അമ്മയുടെ മക്കൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ 34,200 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമായി. കോൺഗ്രസ് സർക്കാരുകളുടെ നയങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ ദോഷം വരുത്തിയെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ ജീവനൊടുക്കി. മരിച്ചത് തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാർ. മരണകാരണം സാമ്പത്തിക പ്രതിസന്ധിയെന്ന് സൂചന. പാർട്ടി നേതൃത്വത്തിനെതിരെ ആത്മഹത്യാക്കുറിപ്പ്. ഏഷ്യാകപ്പിൽ സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 8 മണിക്ക് ശ്രീലങ്ക ബംഗ്ലാദേശ് പോരാട്ടം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നാളെ. BCCI ഭാരവാഹികളുടെ കാര്യത്തിൽ ധാരണയിലെത്താൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വസതിയിൽ ഇന്ന് നിർണായക യോഗം. പ്രധാന BJP നേതാക്കളും BCCI ഭാരവാഹികളും പങ്കെടുക്കും. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് തുടക്കമായിരിക്കുന്നു. മതാതീയ ആത്മീയത ഉദ്ഘോഷിക്കുന്ന ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആ പുണ്യസ്ഥാനത്തെ ശക്തിപ്പെടുത്താനുള്ള സർക്കാർ പിന്തുണയോടെയുള്ള ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് വിശ്വാസ സമൂഹത്തിന്റെ പിന്തുണ ലഭിച്ചുവെന്ന ആത്മവിശ്വാസത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂട്ടുകാരും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, ഉദ്ഘാടന വേദിയിൽ തന്നെ നമ്മൾ കണ്ടതാണ് സമുദായത്തിന്റെ വിവിധ രാഷ്ട്രീയ മേഖലകളിൽ നിന്നടക്കമുള്ള ഒരു പരിച്ഛേദം ആ വേദിയിൽ ഉണ്ടായിരുന്നു. സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ വിശ്വാസികൾ അതിൻ്റെ എന്താണ് എന്നതടക്കമുള്ള അത് ഭഗവത്ഗീതയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളടക്കം മുഖ്യമന്ത്രി നടത്തിയത് ഏറെ ശ്രദ്ധേയമാണ്. 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നു. സമഗ്രമായ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പയിൽ തുടക്കമായിരിക്കുന്നു. തീർച്ചയായും ആഗോള അയ്യപ്പ സംഗമത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി ഓരോ കാര്യങ്ങൾക്കും, അതായത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയായിരുന്നു ആരോപണങ്ങൾ ഉയർന്നു വന്നത് അവയ്ക്കൊക്കെയും കൃത്യമായ മറുപടി മുഖ്യമന്ത്രി നൽകി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടത് എന്നത് തീർത്ഥാടകർ തന്നെയാണ് പറയേണ്ടത്. അത് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിഞ്ഞ ശേഷം, അല്ലാതെ ഏകപക്ഷീയമായി സർക്കാർ വേണ്ടത് നടത്തി കൊടുക്കുകയല്ല ചെയ്യുന്നത്. എന്താണ് തീർത്ഥാടകർക്ക് വേണ്ടത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞത് ഭക്തിയുടെ പരിവേഷം, നേരത്തെ സൂചിപ്പിച്ച
തന്നെ ഭഗവത്ഗീതയിലെ ശ്ലോകം ഉദ്ഘോഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗത്തിൽ സംസാരിച്ചത്. ഭക്തിയുടെ പരിവേഷം അണിയുന്നവർക്ക് പ്രത്യേക അജണ്ട ഉണ്ടാകും എന്നാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി പറഞ്ഞത്. ഒപ്പം തന്നെ നേരത്തെ മധുരയും തിരുപ്പതിയും ഒക്കെ പോലെ ശബരിമലയെയും ആഗോള ഭൂപടത്തിൽ എത്തിക്കുക എന്നതാണ് ഈ സംഗമം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും അദ്ദേഹം കൃത്യമായ മറുപടി ഇക്കാര്യത്തിൽ പറയും. ന്യൂനപക്ഷ സംഗമം അടക്കം നടത്തുന്നു എന്ന് സർക്കാരിനെതിരെയുള്ള കള്ളപ്രചരണം കൊണ്ടുവന്നു. അവയൊക്കെയും ഒരു സങ്കുചിത രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കാണുന്നവരാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്താണ് ഈ ന്യൂനപക്ഷ സംഗമം എന്ന കാര്യവും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ വകുപ്പുകളും 33 സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒക്ടോബറിൽ നടത്തുന്ന ഒരു സെമിനാർ മാത്രമാണ് ഈ ന്യൂനപക്ഷ സംഗമം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇനി ശബരിമലയിൽ വരാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾ, ശബരിമല വിമാനത്താവളത്തിന്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അദ്ദേഹം വ്യക്തമാക്കി. ഡിസംബറോടുകൂടി എല്ലാ അനുമതിയും ശബരിമല വിമാനത്താവളത്തിൽ ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള സമീപനം ഇക്കാര്യത്തിൽ ഉണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, സാമുദായിക നേതാക്കന്മാരൊക്കെയും NSSന്റെയും അതുപോലെ തന്നെ SNDPയുടെയും KPMSന്റെയും ഉൾപ്പെടെ ഉള്ള സാമുദായിക നേതാക്കൾ എല്ലാവരും തന്നെ ഈ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ സംഗമത്തിൽ ഭാഗമായി എന്നതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. നിലവിൽ ഇപ്പോൾ പ്രധാന വേദിയായി ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുൻ ചീഫ് സെക്രട്ടറി ജയകുമാറാണ് ശബരിമലയെ ശക്തിപ്പെടുത്താനുള്ള സംഘമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. ശബരിമലയുടെ വികസനം ആഗ്രഹിച്ചവരാണ് വേദിയിലുള്ളത്. ഇത്രകാലവും ഇല്ലാത്ത സംഗമം ഇപ്പോൾ എന്തുകൊണ്ട് എന്നതിന് മാറുന്ന കാലത്തിനനുസരിച്ച് മാറേണ്ടതുണ്ട് എന്നാണ് മറുപടിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. എല്ലാത്തിനും മിത്രമായിരിക്കുന്നവനും എല്ലാവരിലും ദയയുള്ളവനും സുഖദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവനും എന്തും ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുന്നവനും ആയിരിക്കും ഭക്തൻ എന്നതാണ് ആ ഗീതാ നിർവചനം. അതിന് നിരക്കുന്ന തരത്തിലുള്ള ഭക്തിയുള്ളവരുടെ സംഘവുമാണ് സത്യത്തിലിത്. ഗീതയിലെ ഭക്തസങ്കല്പം ഉയർത്തിപ്പിടിക്കുന്നവരുടെ സംഗമം. പ്രധാനമായ ചില പ്രതികരണങ്ങളും വരുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ കുതന്ത്രമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞത്. ക്ഷേത്രത്തോടും വിശ്വാസികളോടുമുള്ള കൂറ് പുലർത്താൻ നിരവധി അവസരങ്ങൾ സർക്കാരിലുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി കാണുന്നുവെന്നും KPCC പ്രസിഡന്റ് കാസർഗോഡ് പറഞ്ഞു. നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് യാതൊരു ലക്ഷ്യങ്ങളുമില്ല. ഇത് സർക്കാരിൻ്റെ ഒരു കുതന്ത്രം മാത്രമാണ്. ഇവിടെ ശബരിമലയോടും ക്ഷേത്രവിശ്വാസത്തോടുമുള്ള കൂറായിരുന്നെങ്കിൽ ഗവൺമെൻറ് അത് പ്രകടിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം പിൻവലിച്ചിട്ടില്ല. അയ്യപ്പ സംഗമത്തിൽ സർക്കാർ ഉദ്ദേശം വ്യക്തമെന്ന് KC വേണുഗോപാൽ MP. അയ്യപ്പനോടുള്ള സ്നേഹമല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അധര വ്യായാമമാണെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അയ്യപ്പ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കേരള സർക്കാരാണ്. യുവതീ പ്രവേശന സമയത്ത് എന്തൊക്കെ നാടകങ്ങൾ കണ്ടുവെന്നും ആദ്യം സർക്കാർ കാണാതായ സ്വർണം കണ്ടുപിടിക്കട്ടെ എന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള അതുപോലെ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു അധര വ്യായാമമാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ അയ്യപ്പനോടുള്ള ഒരു സ്നേഹമോ അതുമായി ബന്ധപ്പെട്ട അയ്യപ്പ ഭക്തന്മാരോടുള്ള സ്നേഹമോ അല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഇത് കാപട്യമാണ് ഈ സർക്കാരിൻ്റെ, കൃത്യമായ കാപട്യമാണ്. നമുക്കറിയാം, ശബരിമലയിലെ വിശ്വാസികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചവരാരാ? ഈ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കുക. ശബരിമലയിൽ പോകുന്ന വിശ്വാസികളെ, പോകുന്നവർ മാത്രമല്ല ശബരിമലയിലെ വിശ്വാസികളെ, പൊതുസമൂഹത്തെ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് കേരള സർക്കാരാണ്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാരാണ് വേദനിപ്പിച്ചത്.
ഇന്ന് പുറത്തുവന്ന അപ്രതീക്ഷിതമായ ഒരു മരണവാർത്തയിലേക്കാണ്. തിരുവനന്തപുരത്ത് തിരുമലയിൽ BJP കൗൺസിലറെ മരിച്ച നിലയിൽ കണ്ടെത്തി. നഗരസഭാ കൗൺസിലറും BJP നേതാവുമായ അനിൽകുമാറാണ് ജീവനൊടുക്കിയത്. BJP നേതൃത്വത്തിനെതിരെ അനിൽകുമാർ എഴുതിയ ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റമുണ്ടായി. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുകയാണ്. ദേവിക, എന്താണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിലെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം? അപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ടല്ലോ. സ്വപ്ന, ഈ തിരുമല വാർഡ് കൗൺസിലറായ ഈ അനിൽകുമാറാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. രാവിലെയാണ് ഇദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ തിരുമലയിലെ കൗൺസിലർ ഓഫീസിലാണ് ഇദ്ദേഹത്തെ ഇന്ന് തൂങ്ങി വെച്ച നിലയിൽ കണ്ടെത്തുന്നത്. BJP നേതൃത്വത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. ഈ അനിൽകുമാർ വലിയശാല ടൂറിസ്റ്റ് സൊസൈറ്റിയിലെ ഭാരവാഹിയായിരുന്നു. ആ സൊസൈറ്റിയിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായപ്പോൾ പാർട്ടി സഹായിച്ചില്ലെന്നാണ് കുറിപ്പിന്റെ ഉള്ളടക്കം. താനും കുടുംബവും അതിൽ നിന്നും പൈസയൊന്നും എടുത്തിട്ടില്ലെന്നും ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. BJP സമരങ്ങൾക്ക് ഈ കോർപ്പറേഷനിൽ വലിയ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അതേസമയം ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തിയ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിൽ BJP പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നൊരു സാഹചര്യവും ഉണ്ടായി. കടുത്ത സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. BJP വാർഡ് കൗൺസിൽ ഓഫീസിലാണ് ഇന്ന് ഈ അനിൽകുമാറിനെ മരിച്ചതിൽ കണ്ടെത്തുന്നത്. ഈ റിപ്പോർട്ടർമാരെ കയ്യേറ്റം ചെയ്യുകയും ക്യാമറകൾ അടക്കമുള്ള കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഇത്തവണ ഇത്തരത്തിൽ ഈ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമ പ്രവർത്തകർ നേരെ ഉണ്ടായത്. സ്വപ്ന, തിരുവനന്തപുരത്ത് തിരുമലയിൽ BJP കൗൺസിലറെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. നഗരസഭാ കൗൺസിലറും BJP നേതാവുമായ അനിൽകുമാർ ജീവനൊടുക്കിയിരിക്കുന്നു. അദ്ദേഹം എഴുതിയ ഒരു ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് മരണത്തിന് കാരണമെന്നതിലേക്കാണ് സൂചനകൾ പോകുന്നത്. ഒപ്പം ഇത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റം ഉണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ സംസ്ഥാനത്ത് 34,200 കോടി രൂപയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കമിട്ടു. പ്രധാനമന്ത്രി പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. ഭാവ്നഗറിൽ നിന്നാണ് ഗുജറാത്തിലെ പ്രധാനമന്ത്രിയുടെ പര്യടനം ആരംഭിച്ചത്. ലോത്തലിൽ നിർമ്മിക്കുന്ന ദേശീയ സമുദ്ര പൈതൃക സമുച്ചയത്തിന്റെ ഭാഗമായി ഒരുക്കിയ മാതൃകയും പ്രധാനമന്ത്രി സന്ദർശിച്ചു. ഏകദേശം 4,500 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ദേശീയ സമുദ്ര പൈതൃക സമുച്ചയം 375 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ്. കോൺഗ്രസ് സർക്കാരുകളുടെ നയങ്ങൾ രാജ്യത്തെ യുവാക്കൾക്ക് വലിയ ദോഷം വരുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ കുറ്റപ്പെടുത്തി. हमें दूसरे देशों पर अपनी निर्भरता लगातार कम करते जाना होगा और अब भारत को आत्मनिर्भर बनकर दुनिया के सामने मजबूती के साथ खड़ा होना ही होगा। भाइयों और बहनों, भारत में सामर्थ्य की कोई कमी नहीं है, लेकिन आजादी के बाद कांग्रेस ने भारत के हर सामर्थ्य को नजरअंदाज किया। इसलिए आजादी के 6-7 दशकों बाद भी മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാരത്തിന് പ്രശസ്ത നോവലിസ്റ്റും കഥാകാരനും തിരക്കഥാകൃത്തും പ്രഭാഷകനുമായ PR നാഥൻ അർഹനായി. 1,23,456 രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, ചെറുകഥാകൃത്ത്, യാത്രാ വിവരണ എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് PR നാഥൻ. മാതാ അമൃതാനന്ദമയി ദേവിയുടെ 72ാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 27 കൊല്ലം അമൃതപുരി അമൃത വിശ്വവിദ്യാപീഠം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ആധ്യാത്മിക, വൈജ്ഞാനിക, ശാസ്ത്ര രംഗങ്ങളിലെ പ്രഗത്ഭർക്ക് 2001 മുതൽ അമൃതകീർത്തി പുരസ്കാരം നൽകിവരുന്നു. സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ KS രാധാകൃഷ്ണൻ, ഡോക്ടർ M ലക്ഷ്മികുമാരി, ശ്രീ P നാരായണക്കുറുപ്പ്, സ്വാമി തുര്യാമൃതാനന്ദപുരി എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് പുരസ്കാര നിർണയം നടത്തിയത്. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള സാഹിത്യത്തെ ദാർശനിക തലത്തിലേക്ക് ഉയർത്തിയ കലാകാരനാണ് PR നാഥനെന്നും എഴുത്തിൽ നന്മയും സ്നേഹവും മാത്രമാണ് അദ്ദേഹം ഇതിവൃത്തമാക്കിയതെന്നും ആ സന്ദേശത്തിനാണ് പുരസ്കാരമെന്നും മാതാ അമൃതാനന്ദമയി മഠം ട്രസ്റ്റി സ്വാമി തുര്യാമൃതാനന്ദപുരി പറഞ്ഞു.
എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ദാർശനിക വീക്ഷണത്തെ പരിചയപ്പെടുത്തുന്നതിൽ PR നാഥൻ വഹിച്ച പങ്ക് വലുതാണ്. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളിലായി 55 പുസ്തകങ്ങളും അദ്ദേഹം രചിച്ചു. നാടകത്തിനും സിനിമാ മേഖലയിലും PR നാഥൻ സുപ്രധാന സംഭാവനകൾ നൽകി. നന്മയിലേക്കൊരു നടപ്പാത എന്ന PR നാഥന്റെ പുസ്തകത്തിന്റെ പേരുപോലെ തന്നെയാണ് PR നാഥനും അദ്ദേഹത്തിന്റെ ജീവിതവും. തലമുറകൾക്ക് നന്മയുടെ വഴി കാണിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ എഴുത്തും പ്രഭാഷണങ്ങളും. പയ്യനാട്ട് രവീന്ദ്രനാഥനാണ് PR നാഥൻ എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായത്. നോവൽ, തിരക്കഥ, നാടകം, ചെറുകഥ, യാത്രാവിവരണം, എഴുത്തിന്റെ എല്ലാ മേഖലയിലും PR നാഥൻ തിളങ്ങി. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കീഴായൂരിലാണ് ജനനം. ചിത്രരചന അധ്യാപകനായ പ്രഭാകരമേനോന്റെയും സംഗീതാധ്യാപികയായ സരോജിനി അമ്മയുടെയും മകനാണ്. ടെലികോം എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ PR നാഥൻ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ ജോലി ചെയ്തു. സാഹിത്യ ജീവിതത്തോടും യാത്രയോടുമുള്ള അഭിനിവേശത്തിൽ പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിഞ്ഞു. തത്വചിന്താപരമായ രചനകളിലൂടെ മലയാള കഥയെ ദാർശനിക തലത്തിലേക്ക് ഉയർത്തിയ കഥാകാരനാണ് PR നാഥൻ. സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി മുതൽ നിരവധി ആചാര്യന്മാർ പകർന്ന അറിവ് PR നാഥന്റെ രചനകളിൽ ഉടനീളം കാണാം. 1980 മുതൽ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുമായും മഠവുമായും അടുത്ത ബന്ധം പുലർത്തുന്നു PR നാഥൻ. അമ്മയുടെ നിർദ്ദേശമനുസരിച്ച് അമൃത ചാനലിൽ 16 വർഷം തുടർച്ചയായി ധന്യമീ ജീവിതം എന്ന തത്വചിന്താപരമായ പ്രഭാഷണങ്ങൾ നടത്തി. മാതൃവാണി മാസികയിൽ അദ്ദേഹം തുടർച്ചയായി രചനകൾ പ്രസിദ്ധീകരിച്ചു. വേദങ്ങൾ, ഉപനിഷത്തുകൾ, തന്ത്രം എന്നിവയെക്കുറിച്ച് ലോകമെമ്പാടുമായി 10,000-ലധികം പ്രഭാഷണങ്ങളും നടത്തി PR നാഥൻ. പ്രകൃതി ചികിത്സയും റേക്കിയിലും വിദഗ്ധനാണ് അദ്ദേഹം. 21 നോവലുകളും 500-ലേറെ ചെറുകഥകളും വിവിധ വിഭാഗങ്ങളിലായി 55-ലധികം പുസ്തകങ്ങളും എഴുതിയ PR നാഥൻ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ പുരസ്കാരങ്ങൾക്ക് അർഹനായി. പ്രശസ്തമായ കൃതിയായ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ എന്ന പുസ്തകം അനുഭവങ്ങൾ നിറഞ്ഞ യാത്രാവിവരണമാണ്. റേഡിയോ നാടകങ്ങളിലൂടെ തുടങ്ങി സിനിമാ മേഖലയിലേക്കെത്തിയ PR നാഥൻ കഥയും തിരക്കഥയും സംഭാഷണങ്ങളും എഴുതി. 1981 പുറത്തിറങ്ങിയ ചട്ടയാണ് ആദ്യ സിനിമ. കേളി, പൂക്കാലം വരവായി, ധ്വനി, ശുഭയാത്ര, സ്നേഹസിന്ദൂരം എന്നീ സിനിമകളുടെ ഭാഗമായി. ചാട്ട, ഇന്നലെ വന്ന വഴി, ഇനിയൊരു മോഹം മാത്രം, ശയനപ്രദക്ഷിണം, കുടജാദ്രിസാനുക്കളോട്, സൗന്ദര്യലഹരി തുടങ്ങിയ എല്ലാ നോവലുകളിലും നന്മയും സ്നേഹവും മാത്രമാണ് PR നാഥൻ ഇതിവൃത്തമാക്കിയത്. അതുതന്നെയാണ് ആ എഴുത്തിന്റെ മഹിമയും. കോഴിക്കോട് മാങ്കാവിൽ താമസിക്കുന്ന PR നാഥൻ നവമാധ്യമങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് പുതുതലമുറയുടെ കൂടി വഴികാട്ടിയാകുന്നു. നേരിന്റെയും നന്മയുടെയും ആശയപ്രചരണത്തിനുള്ള അംഗീകാരമായി PR നാഥന് അമൃതകീർത്തി പുരസ്കാരം കൂടി ലഭിക്കുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ഈ വർഷത്തെ അമൃതകീർത്തി പുരസ്കാര ജേതാവ് PR നാഥൻ. തൃശൂരിലെ റിപ്പോർട്ടർ ഹരീഷിനൊപ്പം. ഹരീഷ്, കേൾക്കാമല്ലോ. അമൃതകീർത്തി പുരസ്കാര ജേതാവ് PR നാഥൻ താങ്കളോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആദ്യം തന്നെ അദ്ദേഹത്തിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാര നേട്ടത്തിൽ പറയാനുള്ളത്? സ്വപ്ന, ഇന്ന് ഇപ്പോൾ എൻ്റെ ഒപ്പം ചേരുന്നു. സ്വപ്ന, തീർച്ചയായും അമൃതകീർത്തി പുരസ്കാര ജേതാവായ PR നാഥൻ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചെറുകഥാകൃത്ത്, നാടകകൃത്ത്, അത്തരത്തിൽ എല്ലാ തലങ്ങളിലും, എഴുത്തിൻ്റെ എല്ലാ തലങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനാണ് ഈ വർഷത്തെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ഈ ഒരു പുരസ്കാരത്തെ നോക്കിക്കാണുന്നത്? സ്വാഭാവികമായിട്ടും എന്നെപ്പോലെയുള്ള ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ഇത്. 1980 മുതൽക്ക് അമ്മയുമായിട്ട് നല്ല പരിചയമുണ്ട്. അന്ന് അമ്മയ്ക്ക് ഇതുപോലെ കൃതി വരാത്ത കാലത്ത് തന്നെ പല വേദികളിലും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതൊന്നിലും മനുഷ്യനന്മയ്ക്ക് പ്രാധാന്യം കൊടുക്കണമെന്ന് അമ്മ അന്നേ പറഞ്ഞിരുന്നു. അത് എൻ്റെ കൃതികളെ വളരെ സ്വാധീനിച്ചു. 78ഓളം പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അനവധി തിരക്കഥകളുണ്ട്. ധ്വനി, പ്രേമനസീറിൻ്റെ അവസാനത്തെ സിനിമ, ശുഭയാത്ര, പൂക്കാലം വരവായി, കൊറോണ സിനിമ ആയതുണ്ട്. ആ 78 പുസ്തകങ്ങളും വ്യത്യസ്ത പശ്ചാത്തലത്തിലും. പൊതുവെ നെഗറ്റീവായത് ഒന്നും എഴുതാതെ ഒരാൾക്ക് എഴുത്തുകാരനാകാൻ കഴിയുമെന്ന് അമ്മയുടെ സ്വാധീനം കൊണ്ടാണ്
എനിക്ക് എഴുതാൻ കഴിഞ്ഞത്. അത് തന്നെയാണ് പറഞ്ഞത്, മഠത്തിൽ നിന്ന് പറഞ്ഞു തന്നെ. അതായത് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ നന്മയും സ്നേഹവും അത് ആ ഒരു സന്ദേശമാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് പറയുകയുണ്ടായി. അത് ശരിക്കും വലിയൊരു കാര്യമാണ്. എന്താണ് പറയുന്നത്? ആ നന്മയും സ്നേഹവും ഈ അംഗീകാരം കിട്ടുന്നതിന് മുമ്പേ എൻ്റെ ഓരോ വരി എഴുതുമ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനത്തെ പുസ്തകം ശംഭാല എന്നാണ് പേര്. അന്യഗ്രഹങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നവരെ കുറിച്ച് 5 കൊല്ലത്തെ പഠനമാണ്. അതിരിക്കെ ഇതേപോലെ അമൃത TV-യിൽ ഞാൻ 16 കൊല്ലം പ്രഭാതങ്ങൾ സംസാരിച്ചു, ധന്യമീ നിലമെന്ന്. അപ്പോൾ ഈ നന്മയുടെ കൂടെ മാത്രം ഓരോ വരിയും എഴുതുക എന്ന് പറയുമ്പോൾ ലിറ്ററേച്ചറിൽ പലവരും ലിറ്ററേച്ചറായിട്ട് അംഗീകരിക്കില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടം നേരെ തിരിച്ചാണ്. പക്ഷേ ആ മാർഗം ഞാൻ പിന്തുടർന്നു. അത് അമ്മ തിരിച്ചറിഞ്ഞു, അമ്മയുടെ ആരാധകരും തിരിച്ചറിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷം ഉണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ്, വലിയ സന്തോഷവും സ്നേഹവും ഒക്കെയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പുരസ്കാര ജയത്തിന് അദ്ദേഹം വലിയ രീതിയിൽ അദ്ദേഹവും വലിയ സന്തോഷം തന്നെയാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയും കൂടുതൽ പുരസ്കാരങ്ങളും കൂടുതൽ ഇത്തരത്തിലുള്ള എഴുത്തിൻ്റെ മേഖലയിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയുടെ ജന്മദിനാഘോഷങ്ങളോടനുബന്ധിച്ച് സാമൂഹ്യ സേവനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുടെ മാതൃകയാവുകയാണ് മാതാ അമൃതാനന്ദമയി മഠം. അമ്മയുടെ 72ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായ ഇന്ന് മെഗാ ശുചീകരണ യജ്ഞം നടക്കുകയാണ്. ലോകമെമ്പാടുമുള്ള അമ്മയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ യജ്ഞത്തിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായാണ് ലോക ശുചീകരണ ദിനത്തിൽ മെഗാ ശുചീകരണ യജ്ഞവുമായി അമൃതാനന്ദമയി മഠം മുന്നിട്ടിറങ്ങിയത്. ആശ്രമത്തിലെ സന്യാസിമാരും ബ്രഹ്മചാരിണിമാരും ഉൾപ്പെടെ നിരവധി പേർ ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. മാനസികമായ പരിശുദ്ധിയും ബാഹ്യമായ നിർമ്മലതയും, അതായത് മാലിന്യമില്ലാത്ത അവസ്ഥയൊക്കെ നമുക്ക് വേണം. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇത് അമ്മ വളരെ കാലം മുമ്പേ ദീർഘവീക്ഷണത്തോടെ കണ്ടതാണ്. ഈ ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ അമ്മയുടെ ജന്മദിനത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കൊല്ലം ജില്ലയിൽ ആശ്രമത്തിന്റെ സമീപ പ്രദേശങ്ങളായ ക്ലാപ്പന, കുലശേഖരപുരം പഞ്ചായത്തുകളിലാണ് പ്രധാനമായും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. അമൃത വിശ്വവിദ്യാപീഠത്തിലെയും അമൃത സ്കൂളിലെയും കുട്ടികൾ അമ്മയുടെ സാമൂഹ്യ സേവനം എന്ന ആശയം യാഥാർത്ഥ്യമാക്കാനായി മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ അണിനിരന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മെഗാ ശുചീകരണ യജ്ഞത്തിന് പിന്തുണയുമായി എത്തി. കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും ഹരിത കേരള മിഷനും വ്യാപാരി വ്യവസായി സംഘടനകളും ഒത്തുചേർന്നപ്പോൾ സമ്പൂർണ്ണ ശുചിത്വം എന്ന അമ്മയുടെ ആശയം കൂടുതൽ ജനകീയമായി. അമൃത ന്യൂസ്, കൊല്ലം. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 1 ഗ്രാം സ്വർണ്ണത്തിന് 75 രൂപയും 1 പവൻ സ്വർണ്ണത്തിന് 600 രൂപയുടെയും വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം സ്വർണ്ണത്തിന് 10,280 രൂപയും 1 പവൻ സ്വർണ്ണത്തിന് 82,240 രൂപയുമായി. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. വ്യാജ ട്രേഡിംഗിന്റെ മറവിൽ 64-കാരന് 1,64 ലക്ഷം രൂപ നഷ്ടമായി. സംഭവത്തിൽ മരട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊച്ചി പൂണിത്തുറ സ്വദേശിയായ ബിസിനസ്സുകാരനാണ് വ്യാജ ട്രേഡിംഗിലൂടെ 1,64,20,000 രൂപ നഷ്ടമായത്. അഞ്ജലി മേത്ത എന്ന യുവതിയാണ് കേസിലെ ഒന്നാം പ്രതി. ജൂൺ 9 മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള കാലഘട്ടത്തിലാണ് പണം നഷ്ടപ്പെട്ടത്. റിലയൻസ് ക്യാപിറ്റലിലെ ജീവനക്കാരി എന്ന് സ്വയം പരിചയപ്പെടുത്തിയാണ് അഞ്ജലി 64-കാരനെ ഫോണിൽ സമീപിച്ചത്. തുടർന്ന് K24 വെൽത്ത് ക്രിയേഷൻസ് അലയൻസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇയാളെ അംഗമാക്കി. ആദ്യം ചെറിയ തുക പരാതിക്കാരൻ ഓൺലൈൻ ട്രേഡിംഗിനായി നിക്ഷേപിക്കുകയും ലാഭം കിട്ടുകയും ചെയ്തു. ഇതോടെയാണ് പ്രതിയുടെ വാക്കുകൾ പൂർണ്ണമായി വിശ്വസിക്കുകയും കൂടുതൽ പണം നിക്ഷേപിക്കുകയും ചെയ്തത്. തുടർന്ന് പണം പിൻവലിക്കാൻ സാധിക്കാതെ വന്നു. ഇതോടെ ചതി മനസ്സിലായി. 69 ദിവസം കൊണ്ടാണ് 1,64,00,000 രൂപ നഷ്ടപ്പെട്ടത്. വഞ്ചന, IT ആക്ടിലെ ചില വകുപ്പുകൾ എന്നിവ ചുമത്തിയാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൊച്ചിയിൽ ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകൾ വ്യാപകമാവുകയാണ്. ഇതിനെതിരെ ബോധവൽക്കരണം ആരംഭിച്ചതായി കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ IPS അറിയിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. കിട്ടിയ എല്ലാ തെളിവുകളും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് CPM വനിതാ നേതാവ് KG ഷൈൻ. നെഹ്റുവിന്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എല്ലാവരും വായിക്കണമെന്നും സംസ്കാരം എന്താണെന്ന് അതിൽ പറയുന്നുണ്ടെന്നും KG ഷൈൻ പറഞ്ഞു. ഒരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. സ്ത്രീ പുരുഷ ലൈംഗികത നടു റോഡിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ളതല്ലെന്നും KG ഷൈൻ പ്രതികരിച്ചു. ഡോക്ടർ BR അംബേദ്കർ ഭരണഘടന അംഗീകരിക്കുന്നതിന് മുൻപ് വലിയൊരു ജനസമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു സമൂഹത്തിന്റെ സാംസ്കാരികമായ നിലവാരം അതളക്കുന്നത് ആ സമൂഹത്തിൽ സ്ത്രീയുടെ സ്റ്റാറ്റസ്,
സാമൂഹ്യ പദവി അതെന്താണെന്ന് വെച്ചിട്ടാണ്. അതുമാത്രമേ ആ സാമൂഹ്യ പദവി ഉയർത്താനുള്ള ഉത്തരവാദിത്വം രാഷ്ട്രീയ സംവിധാനം കൈകാര്യം ചെയ്യുന്നവരും ആ രാഷ്ട്രീയത്തെ പരിപോഷിപ്പിക്കുന്ന നാലാം തൂണെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ കൈവാർത്തകളിലേക്ക്. ഏഷ്യ കപ്പ് സൂപ്പർ 4 പോരാട്ടത്തിൽ ശ്രീലങ്ക ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8-നാണ് മത്സരം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് 3 കളികളിൽ നിന്ന് 3 വിജയവുമായി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ശ്രീലങ്കയുടെ സൂപ്പർ 4 പ്രവേശനം. അഫ്ഗാനിസ്ഥാനെയും ഹോങ്കോങ്ങിനെയും തോൽപ്പിച്ചാണ് ബംഗ്ലാദേശ് സൂപ്പർ 4-ൽ എത്തിയത്. ഏഷ്യ കപ്പിലെ കഴിഞ്ഞ മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ പതും നിസംഗയുടെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ശ്രീലങ്കയ്ക്കായിരുന്നു വിജയം. സെപ്റ്റംബർ 23-ന് പാകിസ്ഥാനെയും 26-ന് ഇന്ത്യയെയും നേരിടും. സെപ്റ്റംബർ 24-ന് ഇന്ത്യയെയും 25-ന് പാകിസ്ഥാനെയും ബംഗ്ലാദേശ് നേരിടും. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.